ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കാൻ 2 കൊറിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ദൈവ പരിജ്ഞാനത്തിനെതിരായി ഉയർന്നുവരുന്ന എല്ലാ വാദമുഖങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ നശിപ്പിച്ചു കളയുകയും ഏത് ചിന്തയെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി കീഴടക്കുകയും ചെയ്യുന്നു. മാത്യൂസ് വർഗീസ് തർജ്ജിമ ചെയ്ത വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന് പറയുന്ന ബൈബിളിൽ നിന്നാണത്. NIV എഴുതുന്നു, ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും ഞങ്ങൾ ഇടിച്ചു കളയുകയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി ഏത് ചിന്തയെയും കീഴടക്കുകയും ചെയ്യുന്നു. ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളും ഉന്നത ഭാവങ്ങളും, ഇത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലാണ്, മനസ്സിലാണ് ഉയർന്നു വരുന്നത്. ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന വാദമുഖങ്ങളും ഉന്നത ഭാവങ്ങളും, ഇതൊന്നും സ്വാഭാവികമായി ഉയർന്നു വരുന്ന സമയത്ത് തന്നെയൊന്നും വെളിയിൽ ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഉന്നത ഭാവങ്ങളും വാദമുഖങ്ങളും എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതെന്ന് വചനത്തിൽ കൂടെ തന്നെ നോക്കിയാലേ നമുക്കതിന് കാരണമാകുള്ളൂ. അത് സ്വാഭാവികമായി മനുഷ്യൻ്റെ ഉള്ളിൽ നിന്നൊന്നും ഉണ്ടാകുന്നതല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. ഈ ഉന്നത ഭാവങ്ങളുടെയും വാദമുഖങ്ങളുടെയും ഒക്കെ ഏറ്റവും ആഴമുള്ള പോയിൻ്റ് എന്താണെന്നറിയണമെങ്കിൽ അത് എസെക്കിയേലിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിലോട്ടൊന്ന് വന്നാലേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാവുള്ളൂ. അതിൻ്റെ 4-5 വാക്യങ്ങൾ വായിച്ചോട്ടെ. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ചു, പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. നിന്റെ മഹാജ്ഞാനം കൊണ്ട് നീ കച്ചവടത്തിൽ ധനം വർദ്ധിപ്പിച്ചു. ധനം നിമിത്തം നിന്റെ ഹൃദയം നിഗളിച്ചിരിക്കുന്നു. NIV എഴുതിയിരിക്കുന്നത്, നിന്റെ ജ്ഞാനവും വിവേകവും നിമിത്തം നീ നിനക്ക് വേണ്ടി സമ്പത്ത് നേടുകയും നിന്റെ ഭണ്ഡാരങ്ങളിൽ സ്വർണവും വെള്ളിയും വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വ്യാപാരത്തിൽ നിനക്കുള്ള വൈദഗ്ധ്യം നിമിത്തം നീ നിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു. നിന്റെ സമ്പത്ത് നിമിത്തം നിന്റെ ഹൃദയം നിഗളിച്ചിരിക്കുന്നു. ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ ധനം നിമിത്തം നിന്റെ ഉള്ളം ഗർവിച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു. നിന്റെ സമ്പത്ത് നിമിത്തം നിന്റെ ഹൃദയം നിഗളിച്ചിരിക്കുന്നു എന്ന് NIV ബൈബിളിൽ എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ രണ്ടിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് ഏതാണ്ട് സെയിമായ വാക്കാണ്. ഒന്നിനകത്ത് നിഗളവെന്നും ഒന്നിനകത്ത് ഗർവം എന്നും എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവപരിജ്ഞാനത്തിനെതിരായി വാദമുഖങ്ങളും ഉന്നത ഭാവങ്ങളും ഉയർന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവപരിജ്ഞാനത്തിനെതിരായിട്ട് ഈ നിഗളവും ഗർവും എഴുന്നേൽക്കുന്നതാണ് ഇതിൻ്റെ കാരണം എന്ന് മനസ്സിലാകും. നിഗളവും ഗർവും ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് സമ്പത്ത് നിമിത്തം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള സാധുക്കളായ ജനങ്ങൾ പറയും, അത് നമ്മൾ രക്ഷപ്പെട്ടു, പണക്കാരെ ബാധിക്കുന്ന വിഷയമാണല്ലോ. ഇത് സമ്പത്ത് എന്ന് പറയുന്നത് ഇവിടെ അക്ഷരികമായി പണമല്ല, പണം മാത്രമല്ല, അത് ഈ പണത്തിലുപരി പല കാര്യങ്ങളും ഉണ്ട്. നമുക്കൊന്ന് നോക്കാം. 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ശരീരത്തിൽ ഒരു മുള്ളു തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ പീഡിപ്പിക്കുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. 2 കൊറിന്ത്യർ ലേഖനം 12-7 പറയുന്നു, അതിമഹത്തായ വെളിപ്പാടുകളാൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. എന്നെ പീഡിപ്പിക്കുവാൻ സാത്താൻ്റെ ഒരു ദൂതനെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെളിപ്പാട് മൂലവും നിഗളം ഉണ്ടാകും എന്നാണ് പൗലോസ് അവിടെ എഴുതിയേക്കുന്നത്. പണം മൂലം നിഗളം ഉണ്ടാകാം, അറിവ് മൂലം നിഗളം ഉണ്ടാകാം, സൗന്ദര്യം മൂലം നിഗളം ഉണ്ടാകാം, കഴിവ് മൂലം നിഗളം ഉണ്ടാകാം, ബുദ്ധി, വിദ്യാഭ്യാസം, സ്ഥാനമാനങ്ങൾ, അധികാരം, സൗഭാഗ്യങ്ങൾ, ഇതിനെയെല്ലാം സമ്പത്ത് എന്ന് വിളിക്കാം. ഇത് എല്ലാം നിഗളം ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. അപ്പം വെളിപ്പാട് മൂത്താലും നിഗളം ഉണ്ടാകാം. നമ്മൾ ഈ വിശ്വാസഗോളത്തിൽ സഭകളിലൊക്കെ പല ശുശ്രൂഷകരും വീണു പോകുന്നതിൻ്റെ അടിസ്ഥാനം വെളിപ്പാട് മൂക്കുന്നതാണ്. വെളിപ്പാട് അങ്ങോട്ട് കൂടിക്കഴിഞ്ഞ് കഴിയുമ്പം പൗലോസ് പറഞ്ഞു, വെളിപ്പാടുകൾ അതിമഹത്തായ വെളിപ്പാടുകളാൽ, വേറൊരു വർഷം എഴുതിയേക്കുന്നു, വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം. അങ്ങനെ ആധിക്യം നിമിത്തം നിഗളം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. പൗലോസ് പോലും പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യം മൂലം നിഗളിച്ചു പോകാതിരിക്കാൻ എനിക്ക് ശരീരത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു, ഒരു സാത്താൻ്റെ ദൂതനെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അല്ലെങ്കിൽ പൗലോസും ഇതിന് വെളിപ്പോവും. എന്തുകൊണ്ടാണ് സഭ നടത്തുന്നവർ ദൈവം എന്നോട് സംസാരിച്ചു, ഞാനത് മൊബൈലിൽ റെക്കോർഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സമയം കഴിയുമ്പം നിഗളം അങ്ങോട്ട് കയറുന്നത് കൊണ്ടാണ്.
പണം അങ്ങോട്ട് കയറും. അപ്പോൾ ആദ്യകാലത്തൊക്കെ പറയും, എൻ്റെ കാര്യം മാത്രമേ എനിക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ, ബാക്കി എൻ്റെ ഭാര്യയുടെ കാര്യം പോലും എനിക്ക് ഉറപ്പില്ല, അത് അവർ തന്നെ നോക്കേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചെയ്യുള്ളൂ എന്ന് പറയാൻ തുടങ്ങുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അത് നിഗളം കയറുന്നതാണ്. ചില സമയത്ത് പറയുന്നത് കേൾക്കാൻ മേലെ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ഭൂതം പുറത്താകുമെങ്കിൽ, ഞാൻ പറയുന്നു നിൻ്റെ നന്മ തടയപ്പെടും. ഇതെല്ലാം നിഗളം കയറി മുറ്റി കഴിയുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ മനസ്സിലാക്കണം, വെളിപ്പാട് കൂടിയാലും നിഗളം വരുമെങ്കിൽ പണ്ഡിതനാണെന്നുള്ള നിഗളം വരേണ്ടതല്ലേ? നമ്മുടെ ശുശ്രൂഷാ ലോകത്തിലൊക്കെയുള്ള നല്ലൊരു ശതമാനം ആളുകൾക്കും നിഗളം കയറിയതിൻ്റെ കാര്യം ഇതാ. അധികാരിയാണെന്ന നിഗളം, നടപടിയെടുക്കുമെന്ന നിഗളം. ഈ നടപടിയെടുക്കുന്നത് തന്നെ ഇപ്പോൾ പല തലപ്പത്തിരിക്കുന്നവരുടെയും സെൻട്രൽ പാസ്റ്റർമാരുടെയൊക്കെ ഒരു നിഗളത്തിൻ്റെ കാരണമായി നടപടി എന്ന വടി കയ്യിലുള്ളത് കൊണ്ട്. നടപടി എടുക്കുന്ന ആർക്കട്ടാ? തങ്ങളെക്കാൾ താഴെയുള്ള ശേഷിയില്ലാത്ത ആളുകൾക്ക്. ഇനി യെഹെസ്കേലിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ 6-7 വാക്യങ്ങളോട് വായിച്ചേ. അതുകൊണ്ട് തന്നെ യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവത്തെ പോലെ ജ്ഞാനി എന്ന് നീ ചിന്തിച്ചതുകൊണ്ട് ഞാൻ ജനതകളിൽ ഭയങ്കരന്മാരായ അന്യജാതിക്കാരെ നിനക്കെതിരെ വരുത്തും. അവർ നിന്റെ ജ്ഞാനശോഭയ്ക്കെതിരെ വാളൂരി നിന്റെ പ്രഭ അശുദ്ധമാക്കും. ഞാൻ എല്ലാ ദേശക്കാരിലും വെച്ച് നിർദ്ദയരായ വിദേശീയരെ നിനക്കെതിരെ വരുത്തും. അവർ നിൻ്റെ സൗന്ദര്യത്തിനും ജ്ഞാനത്തിനുമെതിരെ വാൾ പ്രയോഗിച്ച് നിൻ്റെ പ്രഭയെ അശുദ്ധമാക്കും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നീ ദൈവഭാവം നടിക്കുക നിമിത്തം. സത്യവേദ പുസ്തകം പറയുന്നു, ജ്ഞാനശോഭയുടെ പ്രഭ അശുദ്ധമാക്കും. ഒന്നാമത് ഈ വചനം സംസാരിക്കുന്നത്, ഉൽപ്പത്തി മുതൽ പുറപ്പാട് വരെയുള്ള വചനം സംസാരിക്കുന്നത് ഞാനിത് കൈകാര്യം ചെയ്യുമ്പോൾ എന്നോടാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. പുറപ്പാട് ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കനാൻ ദേശത്തേക്കുള്ള യാത്രയാണ് എന്ന് ചിന്തിച്ച് വായിച്ചാൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനൊന്നുമില്ല. എന്നാൽ ഞാനായിരുന്ന മതസംവിധാനത്തിൽ നിന്നോ ലോകത്തിൽ നിന്നോ ഞാൻ വാഗ്ദത്ത ദേശമായ കനാൻ ദേശത്തേക്കുള്ള യാത്രയാണ് എന്ന് ഏതൊരു വിശ്വാസിയും തൻ്റെ ജീവിതത്തിലൂടെ ചിന്തിക്കുകയും കാണുകയും ചെയ്യുമ്പോഴാണ് പുറപ്പാട് പുസ്തകം എൻ്റെ ജീവിതത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പറയുന്നത്, ദൈവഭാവം നടിക്കുകയാണെങ്കിൽ ജ്ഞാനശോഭയുടെ പ്രഭ ദൈവം അശുദ്ധമാക്കാൻ നിർദ്ദയരായ വിദേശീയരെ നിനക്കെതിരെ വരുത്തും എന്നാണ് ബൈബിള് കിടക്കുന്നത്. അതായത് പരിധി വിട്ട് എന്ത് കളിക്ക് പോയാലും, ദൈവവചനത്തിൻ്റെ പരിധിക്ക് പുറത്ത് എന്ത് പരിപാടിക്ക് പോയാലും ദൈവം അതിൻ്റെ ബാക്കി നോക്കാൻ ശേഷിയുള്ള ആളുകളെ ദൈവം തന്നെ അഭിഷേകം ചെയ്ത് കൊണ്ടുവരും എന്നാണ് നമ്മൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി മത്തായി സുവിശേഷം 12:43 മുതൽ 45 വരെ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി വിശ്രമം അന്വേഷിച്ച് സഞ്ചരിക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നതുമില്ല. ഞാൻ വിട്ടുപോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നേക്കാൾ ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂടി കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിലും കഷ്ടമാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ സംഭവിക്കും. മത്തായി സുവിശേഷത്തിൽ നിന്ന് പറയുന്നത്, ദുരാത്മാവ് ഒരു മനുഷ്യനിൽ നിന്ന് പുറത്തു കടന്ന് വെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ കൂടി വിശ്രമം തേടി സഞ്ചരിക്കുന്നു. അത് കണ്ടെത്താൻ കഴിയാതെ ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് തിരികെ ചെല്ലും എന്ന് പറയുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിടുതൽ നടക്കുമ്പോൾ ദുരാത്മാവ് വെളിയിൽ പോവും. അത് പോയി കഴിഞ്ഞ് പിന്നെ നിഗളം കയറിയിട്ടുണ്ടെങ്കിൽ ഈ ദുരാത്മാവ് വെളിയിൽ കൂടെ എല്ലാം കറങ്ങി നടന്നിട്ട് അവിടെ ഇവിടെ എല്ലാം നടന്നിട്ട് അതിന് പറ്റിയ സ്ഥലങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട്, കാരണം എല്ലാ സ്ഥലത്തും ഹൗസ്ഫുൾ ആയതുകൊണ്ട് ഒരിടത്തും കയറാൻ പറ്റാതെ വരുമ്പോൾ ഇവൻ തിരിച്ചു വരുമ്പോൾ ഈ നിഗളത്തിൻ്റെ ആത്മാവ് കയറി നിൽക്കുകയാണെങ്കിൽ, വിടുതലായല്ലോ എന്നുള്ള ഗമയിൽ നിഗളത്തിൻ്റെ ആത്മാവ് കയറി നിൽക്കുകയാണെങ്കിൽ, പോയി തന്നേക്കാൾ ദുഷ്ടതയേറിയ 7 ആത്മാക്കളെയും കൂടെ, ഈ 7 ആത്മാക്കളെന്ന് പറയുന്ന സ്വർലോകത്തെ ദുഷ്ടാത്മസേനയെന്നാണ് കൂട്ടിക്കൊണ്ടുവരുന്നത്, അതിനെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഈ മനുഷ്യൻ്റെ ഒടുക്കലത്തെ സ്ഥിതി ആദ്യത്തെ സ്ഥിതിയെക്കാളും ഭയങ്കര മോശമാക്കും എന്ന് പറയുന്നു. അപ്പോൾ ഈ ദുരാത്മാവ് ഒക്കെ ഈ എസെക്കിയേൽ പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നവൻ്റെ കീഴിലുള്ളവയാണ്.
അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവരാണ്, അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർമാരാണ്. അപ്പം ദൈവപരിജ്ഞാനത്തിനെതിരായ ഉയർന്നു വരുന്ന എല്ലാ വാദമുഖങ്ങളെയും ഉന്നത ഭാവങ്ങളെയും തിരിച്ചറിഞ്ഞ് ഇടിച്ച് കളയണമെന്ന് പൗലോസ് അവിടെ എഴുതി വെച്ചെങ്കിൽ, കളയണമെങ്കിൽ വചനത്തിലും ദൈവപ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നീക്കത്തിലുമൊക്കെ നമുക്കത് തിരിച്ചറിയാനുള്ള ഒരു ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ചറിയാനും അതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈ ദൈവപരിജ്ഞാനത്തിനെതിരായി ഉയർന്നു വരുന്ന വാദമുഖങ്ങളും ഉന്നത ഭാവങ്ങളെയും തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അതിനെതിരെ പോവുകയും, ഒന്നാമത് ദൈവത്തിൻ്റെ പദ്ധതിയോട് മത്സരിച്ച് നമുക്ക് ആർക്കും ജയിക്കാൻ പറ്റില്ല. രണ്ടാമത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കകത്ത് ആ ദൈവത്തിൻ്റെ പദ്ധതികൾ കിടക്കുന്നത്. ദൈവം അത് കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കങ്ങളെയും ദൈവം ഒരു കാലത്തും അംഗീകരിക്കില്ലെന്ന് മാത്രമല്ല, ആദ്യം ചില മാസങ്ങളൊക്കെ സന്തോഷമായിട്ട് തോന്നിയാലും പിന്നീട് അതിനെ ഇടിച്ചു പൊളിച്ച് ദൈവം തന്നെ കളയും. അത് കളയുന്ന കാലം അത് അനുഭവിക്കുന്നവർക്ക് വലിയ സങ്കടമായി അത് മാറുകയും ചെയ്യും. അന്നേരം പിന്നെ തിരിഞ്ഞു നിന്നിട്ട് ഇതെങ്ങനെ നമ്മൾ പരിഹരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടൊന്നും കാര്യവുമില്ല എന്നതാണ് അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഹൃദയത്തിലെ നിഗളം നാശം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ പണമോ, ഞങ്ങളുടെ സൗന്ദര്യമോ, ഞങ്ങളുടെ വിദ്യാഭ്യാസമോ, ഞങ്ങളുടെ കഴിവോ, ഞങ്ങളുടെ അറിവോ, ഞങ്ങളുടെ പ്രാഗൽഭ്യമോ, ഞങ്ങളുടെ പ്രവൃത്തിയുടേതായ എന്ത് മെച്ചങ്ങളും ഞങ്ങളെ നിഗളത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൈകളിൽ, പ്രത്യേകിച്ച് ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിൽ പോയി വീണ് അത് വലിയ കഷ്ടത്തിലാകുന്നതിലും നല്ലത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി, കർത്താവെ, തെറ്റുകളുടെ ലോകത്തിലേക്ക് പോകാതെ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കുവാൻ എന്നെയും കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.